കാസർഗോഡ് BJP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായി പാടിയതിലും കൺഫ്യൂഷൻ. റെക്കോർഡ് ചെയ്ത ദേശീയഗീതത്തിനൊപ്പം BJP പ്രവർത്തകർ ചുണ്ടനക്കിയത് കൗതുക കാഴ്ചയായി. റെക്കോർഡ് പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടും ചുണ്ടനക്കൽ അവസാനിച്ചില്ല. വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് അവിടെ നിന്നും ചേരുന്നത്. രതീഷ്, എനിക്ക് സത്യത്തിൽ അത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത്, അതിനപ്പുറത്തേക്ക് വലിയ കൗതുകവുമുണ്ട്. ഏതായാലും പാടാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ വരികളെങ്കിലും കൃത്യമായി പഠിച്ചു വരാൻ അവർക്ക് ശ്രമിക്കാമായിരുന്നു. ഇനി ഉറപ്പായാലും ഈ ദൃശ്യങ്ങളൊക്കെ അവർ തന്നെ കാണുമ്പോൾ ചിലപ്പോൾ തിരുത്തുമായിരിക്കും. എന്തായാലും ഷാമിലി, തീർച്ചയായും അതുതന്നെയാണ്. BJP വലിയ രാഷ്ട്രീയ മുദ്രാവാക്യമായും വൈകാരികമായ ഒരു ദേശീയ മുദ്രാവാക്യമായിട്ടാണ് ഈ വന്ദേമാതരത്തിലെ വിവാദത്തിൽ പ്രതികരിക്കുകയും അതിന് ഒരു ക്യാമ്പയിൻ എന്ന പോലെ തന്നെ പൂർണ്ണമായും വന്ദേമാതരം ആഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനത്തിൽ ആലപിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. പക്ഷേ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ പാളിപ്പോയി എന്നതിൻ്റെ ദയനീയമായ ഉദാഹരണങ്ങളാണ് ഇത് പലയിടത്തും ഉണ്ടാവും. ഒരുപക്ഷെ എന്തായാലും റെക്കോർഡ് ചെയ്ത ഗാനത്തിന് ഒപ്പം പോലും ചുണ്ടനക്കാൻ പറ്റാത്ത പ്രവർത്തകരുടെ ഒരു ദയനീയത കാണുന്നുണ്ട്. അതുകൊണ്ട് BJP പ്രവർത്തകർ ജാഗ്രത കാണിച്ചില്ല. ഈ വിവാദത്തിൻ്റെ പോലത്തെയുള്ള ജാഗ്രത ഈ ഗാനം പഠിക്കുന്നതിൽ, ഈ വന്ദേമാതര ഗീതം പഠിക്കുന്നതിൽ എടുത്തില്ല എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും വലിയ തോതിൽ പലയിടത്തും ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ട തരത്തിലുള്ള വലിയ ക്യാമ്പയിനുമായിട്ടാണ് പൂർണ്ണമായും വന്ദേമാതരം ഗീതം പാടിക്കൊണ്ട് BJP ഈ ക്യാമ്പയിനിലേക്ക് വന്നത്. എന്തായാലും പലയിടത്തും ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം, ഒരു ദേശീയ ആത്മാഭിമാന മുദ്രാവാക്യം എന്ന നിലയിലൊക്കെ BJP ഉയർത്തി കാണിക്കുന്ന ഈ ഗീതം പൂർണ്ണമായും പഠിക്കാനോ അത് അത്തരത്തിൽ അവതരിപ്പിക്കാനോ BJP പ്രവർത്തകർ തയ്യാറായില്ല. അത് ശ്രദ്ധിക്കാൻ ബന്ധപ്പെട്ട ജില്ലാ സംസ്ഥാന നേതാക്കൾ പോലും തയ്യാറായില്ല എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ അവരുടെ ആ പ്രയാസം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും വലിയ വിമർശനം ഇത് സംബന്ധിച്ച് പൊതുയിടങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഒരു മുദ്രാവാക്യം എന്ന നിലയിൽ അത് ഉയർത്തുമ്പോൾ അത് പൂർണ്ണമായ അർത്ഥത്തിൽ പഠിച്ച് അവതരിപ്പിക്കാമായിരുന്നു എന്നതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം വരുന്ന പ്രതികരണം. എന്തായാലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും BJP ഇത്തരത്തിൽ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ തന്നെ ഇത് പൂർണ്ണമായും ആ രീതിയിൽ അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതൊരു പോരായ്മയാണ്. ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ അത് പലതരത്തിൽ ശരിവെക്കുന്നുമുണ്ട് ഈ ഘട്ടത്തിൽ. ശരി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.